വെൽക്കം ടു NCERT +1 +2 ഫിസിക്സ്. അപ്പൊ നമ്മള് തെർമോഡൈനാമിക്സ് ചാപ്റ്ററിന്റെ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ വിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, ടെക്സ്റ്റ് ബുക്കിന്റെ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്. 2 cylinders A and B of equal capacity are connected to each other by a stop lock. രണ്ട് സിലിണ്ടേഴ്സ് ആണ്, അതിന്റെ രണ്ടിന്റെ കപ്പാസിറ്റി സെയിം ആണ്. ഒരേ കപ്പാസിറ്റി ഉള്ള രണ്ട് എന്താണ് സിലിണ്ടേഴ്സ് ആണ്, അത് കണക്ട് ചെയ്തിരിക്കുകയാണ്. എ കണ്ടെയ്ൻസ് എ ഗ്യാസ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എ എന്ന് പറയുന്ന സിലിണ്ടറിന്റെ അകത്ത് ഒരു ഗ്യാസ് ഉണ്ട്, അത് അതിന്റെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും പ്രഷറിലുമാണ്. ബി ഈസ് കംപ്ലീറ്റ്ലി ഇവാക്യുവേറ്റഡ്. ബിയിലകത്ത് ഇപ്പോൾ ഒന്നുമില്ല. ഓക്കെ, എൻ്റെ സിസ്റ്റം ഈസ് തെർമലി ഇൻസുലേറ്റഡ്. എൻ്റെ സിസ്റ്റം മൊത്തം തെർമലി ഇൻസുലേറ്റഡ് ആണ്. അതായത് ദാറ്റ് മീൻസ് എൻ്റെ ഹീറ്റ് ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. That means temperature എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. The stop clock is suddenly opened. സ്റ്റോപ്പ് ക്ലോക്ക് പെട്ടെന്ന് തന്നെ തുറക്കുന്നു. അപ്പൊ എന്ത് പറ്റും? ഈ എ എന്ന് പറഞ്ഞ സിലിണ്ടറിന്റെ അകത്തെ ഗ്യാസ് ബിയിലേക്ക് പോകും അല്ലെ? അപ്പം അത് മനസ്സിലാക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫൈനൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ എ ആൻഡ് ബി? അപ്പം എയുടെയും ബിയുടെയും ഗ്യാസിന്റെ ഫൈനൽ പ്രഷർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഫൈനലി എന്താ സംഭവിക്കുക? തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തി കഴിയുമ്പോഴത്തേക്കും രണ്ടിന്റെയും പ്രഷറും വോളിയവും ഒരേപോലെ ആവും അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇനീഷ്യൽ പ്രഷർ ആദ്യം എന്താ പറയാ, മറ്റേ ബിയിൽ ഗ്യാസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം സ്റ്റോപ്പ് ക്ലോക്ക് വെക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്? എയിൽ നിന്നും ബിയിലേക്ക് ഗ്യാസ് ഫ്ലോ ഉണ്ടാവുന്നത്. ഓക്കെ, തുറക്കുമ്പോഴാണ് ഗ്യാസ് ഫ്ലോ ഉണ്ടാവുന്നത്. അപ്പം ഫൈനലി എന്ത് പറ്റും? ആ ഗ്യാസ് ഫ്ലോ ഇറ്റ് വിൽ കണ്ടിന്യൂ അൺടിൽ ദ തെർമൽ ഇക്വിലിബ്രിയം ഈസ് റീച്ച്. അപ്പൊ നമുക്ക് ഇനീഷ്യൽ പ്രഷർ, ഓക്കെ, ഇനീഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് എ എന്ന് പറയുന്നത് അത് P1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് നമുക്കറിയാം. ഗ്യാസ് എ കണ്ടെയ്ൻസ് എ ഗ്യാസ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ്. അപ്പൊ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ മീൻസ് that is 180. അപ്പൊ ഇനീഷ്യലി അതിന്റെ വോളിയം എന്ന് പറയുന്നത് നമ്മൾ V1 ആയിട്ടാണ് എടുക്കുന്നത് വിചാരിക്കാം. സോ ഫൈനലി ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുമ്പോഴുള്ള അതിന്റെ ഫൈനൽ ഇക്വിലിബ്രിയം റീച്ച് ആയി കഴിയുമ്പോഴുള്ള അതിന്റെ ഫൈനൽ പ്രഷറും വോളിയവും എന്ന് പറയുന്നത് നമ്മൾ P2 V2 ആയിട്ടാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. P2 and V2 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ വാട്ട് ഇസ് ദ ഫൈനൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ എ ആൻഡ് ബി എന്നാണല്ലോ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം എന്താ വെച്ചാൽ അപ്പൊ വാട്ട് ഇസ് എ ഫൈനൽ പ്രഷർ P2 ആണ് നമുക്ക് ഇതിന്റെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ സ്റ്റോപ്പ് ക്ലോക്ക് തുറന്നു കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും? എ ഇപ്പം നിറഞ്ഞിരിക്കുന്ന വോളിയം എന്ന് പറയുന്നത് V1 ആണ്. എ എന്ന് പറയുന്നത് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫില്ലിങ് ട്വൈസ് ഇറ്റ്സ് വോളിയം. കാര്യം ബിക്കും അത്രയും തന്നെ വോളിയം ഉണ്ട്. അപ്പം 2V1ലേക്കായിരിക്കും എ എന്ന് പറഞ്ഞ ഗ്യാസ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. സോ ആ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഫൈനൽ വോളിയം വിച്ച് ഇസ് നമ്മൾ V2 എടുത്തത് വിൽ ബി 2V1. കാര്യം എയുടെയും ബിയുടെയും കപ്പാസിറ്റി സെയിം ആണ്. അപ്പം അത്രയും തന്നെ കപ്പാസിറ്റിയിലേക്ക് എ ഫ്ലോ ചെയ്യാൻ പോവാണ്. ദാറ്റ് മീൻസ് ഫൈനലി അത് ഫ്ലോ ചെയ്യേണ്ടത് 2V1 അത്രയും വോളിയത്തിലേക്കാണത് പോകുന്നത്. ഇൻ ദാറ്റ് കേസ് എൻ്റെ ഇവിടെ തെർമലി ഇൻസുലേറ്റഡ് ആണ്. സോ എന്താണ് അവിടുത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വി നോ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ PV ഈസ് എ കോൺസ്റ്റന്റ്. നമുക്കറിയാം അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ P ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V or PV ഈസ് എ കോൺസ്റ്റന്റ് ഹിയർ. സോ അത് നമുക്ക് എഴുതാം. ദാറ്റ് മീൻസ് ഫസ്റ്റ് കേസിൽ P1 V1 is equal to P2 V2. സോ ഇവിടെ P1 V1 is equal to P2 എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? V2 is 2V1. അപ്പോൾ നമുക്ക് ഇതിന്റെ P2 എന്ത് ചെയ്യാം? ഈ V1 ക്യാൻസൽ ആവും. ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ P1/2 എന്നാവും. ദാറ്റ് ഇസ് P2 is equal to P1/2. ദാറ്റ് ഇസ് 1/2 into 180. that is equal to 0.5 atm. അപ്പൊ ഇതാണ് ഫൈനൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ എ ആൻഡ് ബി. ഇതിന്റെ അകത്തേക്ക് ആയിരിക്കും അത് എത്തുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ്? ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് എത്രമാത്രമായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം രണ്ട് വഴിയിലാണ് ഇന്റേണൽ എനർജി എപ്പോഴും ചേഞ്ച് ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ ഹീറ്റ് ഫ്ലോ ചെയ്തിട്ട് ഹീറ്റ് ഫ്ലോ വരികയോ ഹീറ്റ് കുറയുകയോ ഹീറ്റ് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് വിത്ത് ഹീറ്റ് എന്താണ് ചേഞ്ച് ഇൻ ഹീറ്റ് അബ്സോർബ്ഡ് അല്ലെ റിലീസ്ഡ് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ വർക്ക് ഡൺ
ഓൺ ഓർ ബൈ ദ സിസ്റ്റം. ഈ രണ്ടാമത്തെ ഇതിനകത്ത് നമുക്കറിയാം ഇത് ഇൻസുലേറ്റഡ് ആണ്. ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഹീറ്റ് ഫ്ലോ വഴിയുള്ളതില്ല. ഇനി സിസ്റ്റം എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇത് സംഭവിക്കാം. പക്ഷെ ഇവിടെ സിസ്റ്റം എന്തെങ്കിലും ചെയ്തിട്ടല്ല എന്താണ് ഇത് ഇൻസുലേറ്റ് ചെയ്തത് അല്ലെ. അപ്പം സിസ്റ്റം എന്താണ് ഇവിടെ വർക്ക് ഒന്നും ചെയ്യുന്നില്ല, സിസ്റ്റത്തിലേക്കും വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? no work is done on or by the system. No work is done on അല്ലെങ്കിൽ done on അത് സിസ്റ്റത്തിലേക്കും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സിസ്റ്റവും ചെയ്തിട്ടില്ല. ഇൻ ദാറ്റ് കേസ് എന്താണ് ഡെൽറ്റ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വിൽ ബി 0. ഈ രണ്ട് കേസും ഇങ്ങനെയാണ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 0 ഒക്കെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുന്ന ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ആണെന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ ഐഡിയൽ ഗ്യാസിന് ചിന്തിക്കുകയാണെങ്കിൽ ഐഡിയൽ ഗ്യാസിന് നമുക്കറിയാം യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. യു എന്ന് പറയുന്ന ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഇൻ ദാറ്റ് കേസ് നമുക്ക് ഇവിടെ അറിയാം ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആവുക മീൻസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് ഓൾസോ 0. ഓക്കെ, ബിക്കോസ് ഈ ഒരു ഗ്യാസിന്റെ എക്സ്പാൻഷനിൽ സിസ്റ്റം ഒരു വർക്കും ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇത് മാത്രം എഴുതിയാൽ മതി. ഓൺ ഓർ ബൈ ദ സിസ്റ്റം എന്ന് കൊടുക്കണ്ട. ഓക്കെ, ബിക്കോസ് ഹിയർ ഗ്യാസ് ഇസ് എക്സ്പാൻഡിങ്. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നോർമലി വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. പക്ഷെ ഇവിടെ എന്ന് പറയുന്ന സിസ്റ്റം അല്ല വർക്ക് ചെയ്തത്, സിസ്റ്റത്തിലേക്കുള്ള ഒരു അല്ലെ നമ്മൾ സ്റ്റോപ്പ് കോക്ക് ഓപ്പൺ ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തത് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തത്. സോ ഇവിടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല ബിക്കോസ് അതിലേക്ക് ഹീറ്റ് ഒന്നും കൊടുക്കുന്നില്ല. എന്നാൽ സിസ്റ്റം വർക്ക് ചെയ്യാതെയുമാണ്. നോ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം അങ്ങനെ എഴുതിയാൽ മതി. ബിക്കോസ് ദ അതർ വൺ മേ ബി സ്ലൈറ്റ്ലി റോങ്. ഓക്കെ, അപ്പം ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ആൻഡ് സോ ഇവിടെ വർക്ക് ഈസ് ഡൺ, അത് ഇവിടെയും എന്താണ് വർക്ക് ചെയ്യുന്നില്ല. എക്സ്പാൻഷന് വേണ്ടിയിട്ട് സിസ്റ്റം വർക്ക് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടെമ്പറേച്ചർ മാറുന്നില്ല. ഓക്കെ, next question, does the intermediate states of the system lie on its PVT surface? Intermediate system of the system എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്കലത്തെ സ്റ്റേറ്റ്സ്, അത് ഫൈനൽ ഇക്വിലിബ്രിയത്തിലേക്ക് മൂന്നിന് മുന്നേ ഉള്ള സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ലൈ ഓൺ ഇറ്റ്സ് PVT സർഫസ് എന്നുള്ളതാണ്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വെദർ ഇറ്റ് ഒബേസ് ദ ഗ്യാസ് ഇക്വേഷൻ എന്നുള്ളതാണ്. ഗ്യാസ് ഇക്വേഷൻ അത് ഒബേ ചെയ്യുമോ എന്നുള്ളതാണ്. അത് ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യണമെങ്കിൽ എപ്പോഴും സിസ്റ്റം ഷുഡ് ബി ഇൻ ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുള്ളൂ. ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുമ്പോൾ ഈ PVT സർഫസിൽ അത് കിടക്കും. ഓക്കെ, സോ ഇവിടെ എന്ത് പറയുന്നതാണ് ഈ പ്രോസസ്സ്, ദ പ്രോസസ് ഈസ് ജസ്റ്റ് ഫ്രീ എക്സ്പാൻഷൻ ആണ് ഇവിടെ സംഭവിച്ചത്. ഫ്രീ എക്സ്പാൻഷൻ മീൻസ് ദറ്റ് ഇസ് റാപ്പിഡ്. ദ പ്രോസസ് ഈസ് റാപ്പിഡ്, പെട്ടെന്നാണ്, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ് എല്ലാം നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയിരിക്കും. അത് ഇക്വിലിബ്രിയത്തിലുള്ള സ്റ്റേറ്റ് ആയിരിക്കില്ല. എന്താണ് ഇറ്റ് വിൽ ബി നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലൂടെ ഈ സിസ്റ്റം പാസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ് ആണെങ്കിൽ പിന്നെ അത് ഗ്യാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഓക്കെ, ഗ്യാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ PVT സർഫസിൽ കിടക്കത്തില്ല. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഗ്യാസിന്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരുന്നത്. ഓക്കെ, ഫൈനൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ PVT സർഫസ് ഉണ്ട്. പക്ഷെ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെ ഗ്യാസ് ഇക്വേഷൻ അവിടെ ഒബേ ചെയ്യത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ സ്റ്റീം എഞ്ചിൻ ഡെലിവേഴ്സ് 5.4 to 10 power 8 joules of work per minute and services 3.6 to 10 power 9 joules of heat per minute from its boiler. What is the efficiency of the engine? How much heat is wasted per minute? അപ്പം ഒരു സ്റ്റീം എഞ്ചിൻ ഇത്രമാത്രം വർക്ക് ഒരു മിനിറ്റിൽ ഡെലിവറി ചെയ്യുന്നു. and services 3.6 into 10 power 9 joules of heat per minute from its boiler. ബോയിലറിൽ നിന്ന് ഇത്രയും മാത്രം ഹീറ്റ് അത് എടുക്കുന്നു. ഇതിന്റെ എഫിഷ്യൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഹൗ മച്ച് ഹീറ്റ് ഈസ് വേസ്റ്റഡ് പെർ മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ എത്രമാത്രമാണ് ഒരു മിനിറ്റിൽ വേസ്റ്റ് ചെയ്യുന്ന ഹീറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഹിയർ ദാറ്റ് ഈസ് ഗിവൺ വർക്ക് പെർ മിനിറ്റ്. അപ്പം ഇതെല്ലാം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പെർ മിനിറ്റിലാണ്. നോക്കുക, ഇവിടെ പ്യൂർ ആയിട്ട് ടൈം കൊടുത്തിട്ടുണ്ട്, എല്ലാം മിനിറ്റിലാണ്. പെർ മിനിറ്റ്, ഹിയർ ഓൾസോ പെർ മിനിറ്റ്.
and how much heat is wasted per minute. ഇപ്പൊ എല്ലാം മിനിറ്റിലായതുകൊണ്ട് നമുക്കിത് ഡയറക്ട്ലി യൂസ് ചെയ്യാം. നമുക്കറിയാവുന്ന രീതിയിൽ എഴുതാം ഇതിനെ. ഇപ്പൊ എഫിഷ്യൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം. It is the work output divided by heat absorbed. Okay, work output divided by heat absorbed. So ഇവിടെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് 5.4 into 10 power 8 joules of work. ഹീറ്റ് അബ്സോർബ് ചെയ്തിരിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് 3.6 into 10 power 9. ഇതാണ് ഇതിന്റെ എഫിഷ്യൻസി. ആൻഡ് എഫിഷ്യൻസി, വാട്ട് ഇസ് എഫിഷ്യൻസി ഇൻ പെർസെൻറ്റേജിൽ കൊടുക്കണമെങ്കിൽ, ഇഫ് ഇറ്റ ഇൻ പെർസെൻറ്റേജിലാണ് ചെയ്യുന്നതെങ്കിൽ ചെയ്താൽ മതി. ഇതിന് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, 100 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ this into 100. So this will be 0.15 into 100%. Just multiply them by 100%. So 15%. 15% ആണ് efficiency. How much heat is wasted per minute എന്നുള്ളതാണ്. സോ ഇവിടെ നോക്കുക, നമുക്ക് Q1 അതായത് ഹീറ്റ് വേസ്റ്റഡ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എത്രമാത്രം പുറത്തേക്ക് കൊടുക്കുന്ന ഹീറ്റ്, ദാറ്റ് ഇസ് Q2 കണ്ടുപിടിക്കാനാണ്. നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചതിനനുസരിച്ച് എന്താണ് വേസ്റ്റ് ചെയ്യുന്ന ഹീറ്റിനെ നമ്മൾ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ റിസർവോയറിലേക്ക് കൊടുക്കുന്നത് Q2 ആണെന്നാണ് പഠിച്ചത്. സോ ഇവിടുത്തെ Q2 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ യു നോ ദാറ്റ് വർക്ക് എന്ന് പറയുന്നത് എത്രമാത്രം ഹീറ്റ് അബ്സോർബ് ചെയ്തു, വർക്ക് ഡൺ ചെയ്യാൻ പറ്റുന്നത് ആ ഹീറ്റ് എത്രമാത്രം ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്തു, അത് ബാക്കി ഒഴികെയുള്ള ഹീറ്റ് ആയിരിക്കും വർക്ക് ചെയ്യാൻ എടുക്കുന്നത്. സോ W is equal to Q1 minus Q2. അത് നമുക്ക് ഓൾറെഡി അറിയാം. അതിൻ്റെ അകത്ത് നമുക്ക് Q2നെ എങ്ങനെ എഴുതാം? Q1 minus W. സോ Q1 എന്ന് പറയുന്നതാണ് എന്ത് 3.6 into 10 power 9 മൈനസ് W എന്ന് പറയുന്നത് 5.4 into 10 power 8. അപ്പൊ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 3.1 into 10 power 9 ജൂൾസിന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. An electric heater supplies heat to a system at a rate of 100 watts. ഒരു ഇലക്ട്രിക് ഹീറ്റർ ഒരു സിസ്റ്റത്തിന്റെ അകത്തേക്ക് ഹീറ്റ് കൊടുക്കുന്ന റേറ്റ് ആണ്. ഹീറ്റ് കൊടുക്കുന്ന റേറ്റ്, ദാറ്റ് മീൻസ് ഡെൽറ്റ ക്യൂ ബൈ ടി. അതാണ് ഇവിടെ 100 watts എന്ന് തന്നിരിക്കുന്നത്. ദ സിസ്റ്റം പെർഫോംസ് വർക്ക് അറ്റ് എ റേറ്റ് ഓഫ് 75 joules per second. ഓക്കെ, അപ്പം സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന്റെ റേറ്റ് എന്ന് പറയുന്നത് heater supplies heat to a system at a rate of this Q by T, and system performs work at a rate of work ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 75 joules per second ആണെങ്കിൽ at what rate is internal energy increasing? Internal energy increasing rate എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. Change in internal energy, okay, you can put here delta. Okay, electric heater supplies heat to a system at a rate of അതായത് പെർ ടൈം ഇത്രമാത്രം ഹീറ്റ് ആണ് കൊടുക്കുന്ന എന്നുള്ളതല്ലേ. അപ്പം സോ യു ക്യാൻ പുട്ട് ഇറ്റ് ആസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അതുപോലെ തന്നെ ഇഫ് സിസ്റ്റം പെർഫോംസ് വർക്ക് അറ്റ് എ റേറ്റ് ഓഫ് 75 joules per second മീൻസ് ഡെൽറ്റ ഡബ്ല്യു ബൈ ടി. ഓക്കെ, ഇത്രമാത്രം വർക്ക് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ ചെയ്യുന്നത്. ഓക്കെ, യു ക്യാൻ പുട്ട് ദിസ് ഡെൽറ്റ ടി. അപ്പോൾ അവിടെ സോ കൺഫ്യൂഷൻ ഇല്ലാതെ. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ ഇത്രമാത്രം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് റേറ്റ് വെച്ച്. റേറ്റ് മീൻസ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. സോ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി 100 W, ഡെൽറ്റ W ബൈ ഡെൽറ്റ ടി 75 joules per second. At what rate is internal energy increasing എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്റേണൽ എനർജി എത്രമാത്രം രീതിയിലാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ വാട്ട്സ് എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് 1 watt is equal to 1 joule per second. So watt എന്ന് പറയുന്നത് 100 joules per second ആണ്. Therefore obviously ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ഡെൽറ്റ ടി എന്ന് പറയുന്നതും 1 second ആണ്. ഈ ഡെൽറ്റ ടി ഓൾറെഡി 1 second ആണ് തന്നിട്ടുണ്ട്. What's the rate of at what rate is internal increasing means delta u by delta t. So obviously ഇവിടെ മെൻഷൻ ചെയ്യുന്നത് 1 second ആണ്. Okay, so as delta t is 1 second, you can write like delta q എന്ന് പറയുന്ന 100, അതുപോലെ തന്നെ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് 75 ആൻഡ് ഡെൽറ്റ യു എന്താ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഞാൻ അങ്ങനെ പറഞ്ഞുള്ളൂ, അത് അവിടെ തന്നെ ഇരിക്കട്ടെ ബിക്കോസ് ജൂൾ പെർ സെക്കൻഡ് ആണ്. സോ എനിവേ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. സോ ഇവിടെ നമ്മുടെ റേറ്റ് അനുസരിച്ചാണ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ഇങ്ങനെ എഴുതാമല്ലോ. വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. സോ ചോദിച്ചിരിക്കുന്നത് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
സോ ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. സോ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി മൈനസ് ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി which is equal to 100 minus 75 which is 25 joule per second. Joule per second means 25 watts. ഇതൊരു സെക്കൻഡിൽ ഇത്രയും ജൂൾസ് ആണ് ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് ടേക്കൺ ഫ്രം ദ ഒറിജിനൽ സ്റ്റേറ്റ് ടു ആൻ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ബൈ ദ ലീനിയർ പ്രോസസ് ഷോൺ ഇൻ ദ ഫിഗർ. അത് ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റിന് അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ അത് ഇങ്ങനെ ഈ ഗ്രാഫ് സ്റ്റാർട്ട് നോക്കി ഇങ്ങനെ ഇവിടെ എത്തി, അതിനുശേഷം ഇവിടെ എത്തി, പിന്നെ അതിനുശേഷം ഇങ്ങനെ എത്തി. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുകയാണ്. അങ്ങനെയാണ് അത് ഒറിജിനൽ സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിലേക്ക് ഒരു പ്രോസസ്സ് എത്തുകയാണ് ഇങ്ങനെ ഒരു ലീനിയർ പ്രോസസ് വഴി. ഇറ്റ്സ് വോളിയം is then reduced to original value from E to F by isobaric process. അത് എന്താ പറ്റുക? അപ്പോൾ നോക്കുക, thermodynamic system is taken from original state to an intermediate state by the linear process. Okay, അതൊരു ലീനിയർ പ്രോസസ് വഴി അത് ഇവിടം വരെ എത്തുവാണ്. ഇറ്റ്സ് വോളിയം ഇവിടം വരെ എത്തുന്നത്, സോറി ഞാൻ പറഞ്ഞത് എവിടെയൊന്നും വായിക്കാം. തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് ടേക്കൺ ഫ്രം ഒറിജിനൽ സ്റ്റേറ്റ് ടു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്. ഇതാണ് ഒറിജിനൽ സ്റ്റേറ്റ് എന്ന് പറയുക. ബിക്കോസ് ഇറ്റ്സ് ഗ്രാസ്പ് സ്റ്റാർട്ടിംഗ് എന്ന് വിചാരിക്കുക. അതൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് വഴി, ഡി എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് വഴി വരെ അതൊരു ലീനിയർ പ്രോസസ്സിൽ എത്തുന്നു. അത് ഇവിടെ വരെ ഒരു ലീനിയർ പ്രോസസ്സിലൂടെ അത് എത്തുന്നു, നേരെ പോകുന്നു. അതിനുശേഷം ഇറ്റ്സ് വോളിയം ഈസ് ദെൻ റെഡ്യൂസ് ടു ഒറിജിനൽ വാല്യൂ ഫ്രം ഇ ടു എഫ് ബൈ എൻ ഐസോബാരിക് പ്രോസസ്. അതായത് അതിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആവുന്ന പ്രോസസ് ആണല്ലോ ഐസോബാരിക് പ്രോസസ്. അപ്പം ഈ ഇ ടു എഫ് വരെ, ഇ മുതൽ എഫ് വരെ ഒരു ഐസോബാരിക് പ്രോസസ്, നമുക്കറിയാം അവിടെ പ്രഷർ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രോസസ്സിൽ ആൻഡ് അതിന്റെ വോളിയം ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ എഫ് വരെ അത് എത്തിയിരിക്കുന്നു. അതിനുശേഷം ഇ ടു എഫ് വഴി എത്തുന്നു. അതിനുശേഷം എന്താണ്, calculate the total work. Okay, ബാക്കി നോക്കൂ. Calculate the total work done by the gas from D to E to F. അപ്പം ഈ ടോട്ടൽ വർക്ക് ഡൺ D to E to F ഉള്ള ടോട്ടൽ വർക്ക് ഡൺ എത്രയാണെന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും ഇതിന്റെ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചിന്തിച്ചാൽ മതി. പി വി കർവിന്റെ ഏരിയ അണ്ടർ പി വി കർവ് ആയിരിക്കും എപ്പോഴും വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഏരിയ അണ്ടർ പി വി കർവ് ആയിരിക്കും. അത് വെച്ച് ജസ്റ്റ് ഈസി ആയിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഈ ആരോസ് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് നോക്കുക. ഇപ്പൊ ക്ലോക്ക് വൈസ് ആണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ട് എടുക്കുക, ഇഫ് ഇറ്റ് ഇസ് ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് ആണ് ആ സിസ്റ്റത്തിന്, ആന്റി ക്ലോക്ക് വൈസ് ആണ് അതിന്റെ ആരോസ് ഉണ്ടെങ്കിൽ വർക്ക് ഡണ്ണിനെ നെഗറ്റീവ് ആയിട്ടും എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇൻ ദാറ്റ് കേസ് സോ ഇവിടെ തന്നെ എഴുതാം. സോ ഇവിടെ ക്ലോക്ക് വൈസ് ആണ്, അപ്പോൾ വർക്ക് ഡൺ വിൽ ബി പോസിറ്റീവ്. അപ്പം ഏരിയ അണ്ടർ പി വി കർവ് ഗിവ്സ് യു ദ വർക്ക് ഡൺ. സോ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്ന് പറയുന്നത്, ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്ന് പറഞ്ഞ ഏരിയ അണ്ടർ ദ പി വി കർവ്. സോ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം എത്രയാന്ന് നോക്കിയാൽ മതി. ദാറ്റ് മീൻസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ എഫ്. അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഡി ഇ എഫ് എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് കൊടുത്താൽ മതി. സോ ഹാഫ് ഇൻറ്റു ബേസ് മീൻസ് ഇ എഫ്, ഹൈറ്റ് എന്ന് പറയുന്നത് ഡി എഫ്, അത് കൊടുത്താൽ മതി. സോ ഹാഫ് ഇൻറ്റു ഇ എഫ് നോക്കുക. ഫസ്റ്റ് വിൽ സി ഇ എഫ് എന്ന് പറയുമ്പം ദാറ്റ് ഇസ് ദ ചേഞ്ച് ഇൻ വോളിയം. ഇതൊരു എന്താ പറയുക, പ്രഷർ കോൺസ്റ്റന്റ് ആവുകയാണ് ഇവിടെ ചേഞ്ച് ആവുന്ന കാര്യം വോളിയം ആണ്. അപ്പം വോളിയം 5 നിന്ന് 2 ആവുകയാണ്. സോ 5 മൈനസ് 2, ഇ എഫ് എന്ന് പറയുന്ന 5 മൈനസ് 2. ഡി എഫ് എന്ന് പറഞ്ഞാൽ ഡി എഫ് നോക്കുക. ഡി എഫ് ആണെങ്കിൽ ഡി എഫ് ഇതാണ്. സോ ഹിയർ പ്രഷറിന്റെ ചേഞ്ച് ആണുള്ളത്. ഡിയിൽ 600ഉം എഫിൽ 300ഉം ആണ്. സോ 600 മൈനസ് 300. അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 450 ജൂൾസ് എന്നാണ്. 450 ജൂൾസ്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. എ റെഫ്രിജറേറ്റർ ഈസ് ടു മെയിൻറ്റെയിൻ ഈറ്റബിൾസ് കെപ്റ്റ് ഇൻസൈഡ് അറ്റ്, ഇത് 9 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഫ്രിഡ്ജിന്റെ അകത്ത് 9 ഡിഗ്രി സെൽഷ്യസിലാണ് ഇരിക്കുന്ന, അത് ഫ്രിഡ്ജിനകത്തെ വസ്തുക്കളെ 9 ഡിഗ്രി സെൽഷ്യസിൽ കീപ്പ് ചെയ്യണം ഒരു റെഫ്രിജറേറ്ററിന്. റൂം ടെമ്പറേച്ചർ ഇസ് ഇത് 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. പുറത്തെ ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്നുള്ളതാണ്. അപ്പം കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ എന്നാണ്.
ആൻഡ് വി ഹാവ് ഓൾറെഡി സീൻ ആൽഫ എന്ന് പറയുന്നത് എത്രമാത്രം ഉള്ളിൽ ഫ്രിഡ്ജിന്റെ കോൾഡ് ടെമ്പറേച്ചർ എത്രയാണോ അത് ഡിവൈഡഡ് ബൈ അത് കോൾഡ് റിസർവയറിന് എത്രമാത്രം ഹീറ്റ് ആണോ അത് പുറത്തേക്ക് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ബൈ ഹോട്ട് റിസർവയറിൽ അത് കൊടുക്കുന്നത് മൈനസ് ആ കോൾഡ് റിസർവയറിന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഇക്വേഷൻ. സോ നമുക്കറിയാം, നമ്മൾ കാർനോട്ട് സൈക്കിളൊക്കെ പഠിച്ചപ്പോൾ ഒരു ഇക്വാലിറ്റി കണ്ടു. ഈ Q2നെ നമുക്ക് T2 ആയിട്ടും Q1നെ T1 ആയിട്ടും നമുക്ക് എഴുതാൻ സാധിക്കും അല്ലെ. അപ്പം ഈ ആൽഫ എന്ന് പറയുന്നത് T2/T1 - T2 എന്ന് എഴുതാൻ സാധിക്കും. ഈ T2ഉം T1ഉം അറിഞ്ഞാൽ മതി. T2 എന്ന് പറയുന്നത് കോൾഡ് അത് ഏതാണ് എക്സ്ട്രാക്ട് ചെയ്യുന്ന കോൾഡ് റിസർവോയറിന്റെ ടെമ്പറേച്ചർ ആണ്. സോ ഇത് ലെസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ്. ദാറ്റ് ഇസ് 9 ഡിഗ്രി സെൽഷ്യസ്. ഈ 9 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ആഡ് വിത്ത് 273. അപ്പം 282 കെൽവിൻ എന്ന് വരും. ആൻഡ് T1 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 36 ഡിഗ്രി സെൽഷ്യസ് മീൻസ് 36 plus 273 which will give you 309 Kelvin. So നമ്മുടെ alpha, which is the coefficient of performance, is given by T2, that is 282 divided by 309 minus 282. So in the answer 10.44 എന്ന് വരും. This is the coefficient of performance. Okay. അപ്പം നമ്മൾക്ക് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആയ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ താങ്ക് യു.